ഇവിടെ എന്തൊക്കെയാണ് ഈ കൊച്ചു കേരളത്തിൽ സംഭവിക്കുന്ന എന്തൊക്കെ കാര്യങ്ങളാണ്? സിനിമാ നടന്മാർക്കെതിരെ ലൈംഗികാരോപണം ഉന്നയിച്ച ആലുവ സ്വദേശിനിക്കെതിരെ ഒരു പരാതി കിട്ടിയിട്ടുണ്ട്. പുറത്തിറങ്ങാൻ പറ്റാത്ത സ്ഥിതിയായല്ലോ ഈശ്വര. സ്വാഭാവികം. ഇന്ന് നമുക്ക് ഇവിടെ തന്നെ കൂടാ. എല്ലാം അറിഞ്ഞിട്ട് തന്നെ കാര്യം. തമ്പി, 2 കസേര എടുത്ത് പുറത്തേക്ക് ഇടുക. ഈ നാട്ടുകാരെ കൊണ്ട് ഞാൻ തോട്ടല്ലോ. ഇവരിത് എങ്ങനെ മണത്തറിഞ്ഞു? ഞാനിത് രഹസ്യമായിട്ട് വെച്ചിരുന്നതാണല്ലോ. 16 വയസ്സുള്ളപ്പോൾ ഒരു സെക്സ് മാഫിയയ്ക്ക് വിൽക്കാൻ ഈ യുവതി ശ്രമിച്ചു എന്നാണ് മൂവാറ്റുപുഴ സ്വദേശിനി DGPക്ക് പരാതി നൽകിയിരിക്കുന്നത്. ഞാനോ? അയ്യേ. ഓഹോ, അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നല്ലേ? എന്താ മല്ലയ്യ, എന്താ ഞാൻ കേൾക്കുന്നത്? മുകേഷിനെതിരെ പരാതി നൽകിയ നടിയെ നമുക്കറിയാം. വലിയ ഗുരുതരമായ ആരോപണമൊക്കെയാണ് അവർ ഉന്നയിച്ചത്. അപ്പോൾ ഒരു കയ്യബദ്ധം നാറ്റുകരുത് ഭഗവാനെ, എന്റെ കഷ്ടകാലത്തിന് ആ സമയത്ത് അങ്ങനെയൊക്കെ തോന്നിയത്. ഇയാളത്ര ശരിയല്ലെന്ന് എനിക്ക് പണ്ടേ അറിയായിരുന്നു. ഒരു പാതിരായിക്ക് എന്റെ മുറി കയറി വന്നല്ലേ. കലാരംഗത്ത് നിന്ന് എനിക്ക് കിട്ടിയ ആദ്യത്തെ തീക്താനുഭവമാണ് ഭാസ്കര. കാര്യം എന്താ പറയണം? ഫ്ലാഷ് ബാക്ക്. കാരണം എനിക്ക് പുള്ളിക്കാരോട് ഒരു ഇടപാടുണ്ടല്ലോ, ഞങ്ങൾ തമ്മിലൊരു ഇടപാടുണ്ട്. അപ്പൊ ഞാൻ എന്നെ അങ്ങനെ എന്നെ പണ്ട് ഉപദ്രവിച്ച് തന്നെ എന്നെ പീഡിപ്പിച്ച് തന്നെ ഓർമ്മയുണ്ടോ? അത് ഞാൻ അയച്ചിട്ടുണ്ട്. എന്താ ഞെട്ടി നിൽക്കുന്നത്? ഈ നിമിഷം വേറെ ഒരു വികാരവും എന്റെ മുഖത്ത് വരില്ല. അമ്മയിൽ എനിക്ക് മെമ്പർഷിപ്പ് ഞാൻ ചോദിച്ചു. അപ്പൊ അവർക്ക് അത്രയും പേർക്ക് ഞാൻ ബെഡ് ഷെയർ ചെയ്താലേ എനിക്ക് അമ്മ മെമ്പർഷിപ്പ് തരുള്ളൂ. അല്ല ബ്രാഞ്ച്, സത്യത്തിൽ ആ ചേച്ചിക്ക് എന്താ പറ്റിയത്? ആ ചേച്ചി പണ്ടൊന്നും മദിരാശി പോയതാണ്. എന്തിന്? നടിയാവാനായിട്ട്. വെറുതെ ആയി. ഈ അടി പിടി വെടി ഇതാണല്ലോ സിനിമ. എന്തുകൊണ്ടാണ് ഇപ്പോൾ പരാതിപ്പെടുന്നത്? ഇത് നടക്കുന്ന സമയത്ത് ഞാനൊരു മൈനറായിരുന്നു. എനിക്ക് 16 വയസ്സായിരുന്നു പ്രായം ഉണ്ടായിരുന്നു. അപ്പം നമുക്ക് ഇതിനെക്കുറിച്ച് എന്ത് ചെയ്യണം, ഇത് സമൂഹത്തിന്റെ മുന്നിൽ പറയണം എന്നൊക്കെ ഒരു വ്യക്തത ഉണ്ടായിരുന്നില്ല. പിഞ്ചു കുഞ്ഞാണല്ലേ. പറയണ വിലക്ക് എടുത്തോളാന്നൊക്കെ പറഞ്ഞിട്ട് ബോംബെ ആൾക്കാർ വന്നിട്ടുണ്ട്. ഇത് ചില്ലറ പാർട്ടിയല്ല, ബോംബെയിലേക്ക് പെണ്ണുങ്ങളെ കയറ്റിയേക്കുന്ന വലിയ ഗ്രൂപ്പാണ് പെൺവാണിഭം. ഇപ്പൊ റീസെന്റ് ഈ വ്യക്തി തന്നെ പലർക്കും പല അലിഗേഷൻസും ആയിട്ട് വന്നപ്പോഴാണ് അങ്ങനെയല്ല, ലോകമെന്ന് അറിയണമെന്ന് എനിക്ക് തോന്നലുണ്ടാവുകയും ഞാൻ ഈ പെറ്റീഷനായിട്ട് മുന്നോട്ട് പോവുകയും ചെയ്തത്. അതല്ല ഉദ്ദേശം. ചതിച്ചോ ദൈവമേ, എന്നെ തേച്ചതാണല്ലേ? ഞാൻ അന്ന് അവിടെ പ്രശ്നം ഉണ്ടാക്കിയപ്പോൾ പ്രശ്നം ഉണ്ടാക്കേണ്ട ആവശ്യമില്ല, അവർ നല്ല രീതിയിൽ നിന്നെ നോക്കിയോളും, നീ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്താൽ മതി. ഒരുപാട് സ്ത്രീകളെ ഇതുപോലെ ദുബായിലൊക്കെ പുള്ളിക്കാർ ഡാൻസ് ട്രൂപ്പിന്റെ ഒക്കെ പേരിൽ ദുബായിലൊക്കെ കൊണ്ടുപോയിട്ടുണ്ട്. തൽക്കാലം അങ്ങനെയാണെന്ന് കൂട്ടിക്കോ. ഞാൻ പറയുന്ന അനുസരിക്കുന്നതാണ് ബുദ്ധി. അനുഭവത്തി എന്ന് പറയുന്നതാ. ഇങ്ങനെ ഒരാളുടെ മാത്രം ക്ലച്ചസ് കിടക്കരുത്, പാറി അങ്ങ് പറക്കണം. വിശാലമായൊരു ലോകമുണ്ട് പുറത്ത്. എന്നോട് പറഞ്ഞത് ഒരു ലൈംഗിക തൊഴിലാളി ആവുന്ന രീതിയിലാണ് എന്നോട് അവർ പറഞ്ഞത്. കാരണം ഇത് കഴിഞ്ഞിട്ട് അവരുടെ കൂടെ റൂമിൽ പോകാൻ എന്നുള്ള രീതിയിൽ എന്നോട് സംസാരിച്ചത്. അപ്പം ഈ കലവറ നമുക്കൊരു മണിയറിയാക്കാം. പിന്നെന്താ, എന്താന്ന് അറിഞ്ഞൂടാ. ഇത്തരം കാര്യങ്ങൾ എനിക്ക് വലിയ ഇൻട്രസ്റ്റാ. ഒന്നുമില്ല, ഞാൻ ആദ്യമായിട്ടല്ല. നിന്റെ ഈ പ്രായത്തിലുള്ള ഒരുപാട് പെൺകുട്ടികൾ ഞാൻ ഇങ്ങനെ ലൈഫ് രക്ഷിച്ചിട്ടുണ്ട്. നീ ചെറിയൊരു അഡ്ജസ്റ്റ്മെന്റ് ഓർക്കണം. എന്റെ പുള്ളിക്കാരിക്ക് എന്റെ പ്രായത്തിലുള്ള മകളുണ്ട്. നീ ഒരു ചെറിയൊരു അഡ്ജസ്റ്റ്മെന്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ എല്ലാവരുടെയും ലൈഫ് സെറ്റ് ആവും. നിന്റെ സമയം തെളിഞ്ഞു. നിനക്ക് വലിയൊരു എമൗണ്ട് സിംഗിൾ പേയ്മെന്റ് കിട്ടാവുന്ന വർക്ക് ഞങ്ങൾ ശരിയാക്കിയിട്ടുണ്ട്. എന്ത് വർക്ക്? ഇതൊക്കെ ഒരു അഡ്ജസ്റ്റ്മെന്റ് അല്ലേ? ഞാൻ DGPക്കും കേരള CM-നും തമിഴ്നാട് DGPക്കും ആണ് ഞാൻ പെറ്റീഷൻ കൊടുത്തിരിക്കുന്നത്. മെയിൽ ത്രൂ ആണ് ഞാൻ പെറ്റീഷൻ കൊടുത്തത്. എനിക്ക് ഇന്നലെ നൈറ്റ് തന്നെ അതിന് റെസ്പോൺസ് എനിക്ക് കിട്ടി. എന്ത് പറ്റിയടാ? ചായ നെറുകന്തലേ കയറി ബ്ലോക്ക് ആയതാ. അങ്ങനെ പേടിച്ചു പോകുന്നവനൊന്നും അല്ല ഞാൻ. എന്നാലും വെറുതെ ചോദിക്കാം, ഈ കോയമ്പത്തൂർക്കുള്ള ബസ് പോയാലോ? ശിവനേ.